അൻവർ ഒരു ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ. ബാക്കി ആരെയും അങ്ങനെ അൻവർ സംഭവിച്ചിട്ടില്ല. അതിന്റെ ബെനിഫിറ്റാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നത്. പിണറായി വിജയൻ അത്രമാത്രം ജനങ്ങളിൽ അകന്നു. അൻവർ എഫക്ട് എന്ന് പറഞ്ഞതാണ്. അൻവർ അവിടെ ജയിച്ചെങ്കിൽ മാർക്സിസ്റ്റുകാരാൽ വേട്ടയാടപ്പെട്ടയാളാണ്. കൊലക്കുറ്റത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുകയാണ്. UDF മാത്രം സ്ഥാനാർത്ഥിയായി. നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞു വന്നത് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും മുൻ MLA PV അൻവർ എഫക്റ്റ് അത് തന്നെയായിരിക്കുമെന്ന്. പക്ഷേ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എത്രത്തോളമുണ്ട് ഈ സാഹചര്യത്തിലും ഈ PV അൻവർ എഫക്റ്റ് എന്നുള്ളത്? PV അൻവർ എഫക്റ്റ് ഈ ചോദ്യം തന്നെ തെളിയിക്കുന്നതാണ്. അതെ, ഒന്ന് ഒരു വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പ് നടന്നു, തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നു, ചേലക്കര തിരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ 3 UDF ആണ് ജയിച്ചത്. ഈ 3 ജയത്തിൻ്റെയും അതിൽ 2 സ്വാഭാവികമായിട്ട് ജയിക്കും. അതിന് ആരും മെനക്കെട്ടില്ലേ പോലും ഉമാ തോമസും ചാണ്ടിയുമും അവിടെ ജയിക്കുമായിരുന്നു. ഒരു സഹതാപ തരംഗം. ഒരു മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചത് പാലക്കാടാണ്. പാലക്കാട് തൊട്ടടുത്ത് അതേ സമയം തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു വയനാട്ടിൽ. ഇപ്പുറത്തെ ഷാഫി പറമ്പിൽ. ഈ ഇമേജിന്റെ പുറകിൽ പാലക്കാടും ജയം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ റിസ്ക് ഉണ്ടായിരുന്ന, മത്സരിച്ച് ജയിക്കേണ്ടിയിരുന്ന ആലത്തൂരിൽ രമ്യ ഹരിദാസ് തോറ്റു ചേലക്കരയിൽ. അപ്പോൾ കോൺഗ്രസിന് ചേലക്കരയിൽ തോറ്റു. അതിന്റെ അർത്ഥം എന്നാ? മത്സരിച്ച് ജയിക്കാനുള്ള ഒരു അവസരം അവിടെയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത അവസരം കിട്ടിയിരിക്കുന്നത് തീർച്ചയായും നിലമ്പൂരാണ് കിട്ടിയിരിക്കുന്നത്. നിലമ്പൂരിൽ സത്യത്തിൽ ഈ PV അൻവറിനെ മാത്രം കാത്തുനിന്ന് ആ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാമെന്നൊരു കോൺഗ്രസിൻ്റെ ഒരു അങ്ങനെയുള്ളൊരു വിചാരമുണ്ടായിരുന്നു. അൻവർ പിണറായി വിജയനെതിരെ ശക്തമായി പോരാടുകയും പിണറായി വിജയൻ്റെ കള്ളത്തരങ്ങളെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യുന്ന അൻവറിൻ്റെ ആ പ്രവൃത്തി തന്നെ മതി UDF അതിൻ്റെ ഇടയിലൂടെ ജയിച്ച് കയറാൻ എന്നുള്ളത്. പക്ഷേ അൻവറും UDF അത്ര രസത്തിലല്ല ഇപ്പോഴത്തെ. എങ്കിലും UDF വിജയസാധ്യത ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല. അൻവറും UDF തമ്മിലുള്ള പ്രശ്നം, അൻവർ ഒരു ഡൊമിനേറ്റിംഗ് ക്യാരക്ടറാണ്. താൻ ഇടപെടുന്ന മേഖലയിൽ, താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഞാനായിരിക്കണം രാജാവ്. തന്നേക്കാൾ മുകളിലുള്ള രാജാവിനെ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയനെ മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും അങ്ങനെ അൻവർ സംഭവിച്ചിട്ടില്ല. പക്ഷെ അവസാനം പിണറായിക്ക് ആ രാജാവിനെതിരെ തന്നെ തിരികുകയും ചെയ്തു. ഈ കൺഫ്യൂഷനിലൊരു എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിനോട് അൻവർ ആദ്യം കയറി ഒരു പേര് പറയുകയാണ്, ജോയി ആണ് നല്ല സ്ഥാനാർത്ഥി, ജോയി ആണെങ്കിൽ എന്താണെങ്കിലും ജയിക്കും. അത് അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റായി. അത് സത്യമാണെങ്കിൽ പോലും അത് അനവസരത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതോടുകൂടി സാധാരണ കോൺഗ്രസ് ഇവനാരാ ഞങ്ങളോട് പറയാൻ എന്നുള്ള ചോദ്യം അൻവറിന് വേണമെങ്കിൽ അൻവറിന് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ അൻവറും പിണറായി വിജയനും രണ്ടുപേരും ചില തട്ടിപ്പുകൾ അതായത് തട്ടിപ്പിൻ്റെ പേരിലാണ് അൻവർ പിണറായി വിജയനെതിരെ തിരിഞ്ഞത്. അൻവറിൻ്റെ നിത്യമുള്ള പ്രവർത്തികൾ എന്താണെന്നുള്ളത് കേരളം വിലയിരുത്തുന്നുണ്ട്, അതൊരു മറ്റൊരു കാര്യം. എങ്കിലും അൻവറിന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ എതിർക്കാം, മുഖ്യമന്ത്രിയുടെ ചെയ്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി രൂപീകരിക്കാം, പുതിയ സ്വന്തം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാം. അതുകൂടാതെ മറ്റുള്ള ഒരു പാർട്ടിയിൽ ചേർന്ന് ഇന്നാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആ വീട്ടിൽ പോയി കോൺഗ്രസിൻ്റെ വീട്ടിൽ പോയി ഇടപെടുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ അതൊരു സംഭവം അവിടെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു നീരസമുണ്ടാക്കിയതാണ്. അതത്ര നല്ല കാര്യമായിരുന്നില്ല. അൻവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അവിടെ അൻവർ കോൺഗ്രസിനെ സഹായിച്ചിട്ടില്ലേ? നിസ്സാരമായിട്ട് അൻവറിനെ കാണേണ്ട ആവശ്യമില്ല. അൻവർ പിണറായിക്കെതിരെ ഉയർത്തിയ ആയുധങ്ങളാണ് കോൺഗ്രസ് ഉപയോഗിച്ചത്. ഒരു 100 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനപ്പുറം നിലമ്പൂരിൽ ഒറ്റ സീറ്റിൽ ആകെ പ്രതിപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷത്തുനിന്ന് ഉയർത്തിയതിനേക്കാൾ ടോട്ടൽ സതീശനും കൊള്ളനാടിനും എല്ലാവരും കൂടെ ഉയർത്തിയതിനേക്കാൾ അതിനേക്കാൾ പ്രാധാന്യമുള്ള ആരോപണങ്ങൾ, പിണറായിയെ പിൻപോയിന്റ് ചെയ്യുന്ന ആരോപണങ്ങൾ ഉയർത്തിയത് ഒന്ന് അൻവർ, ഒന്ന് ഷോൺ ജോർജ്, ഒന്ന് ജോമൻ പുത്തമ്പരക്കൽ, പിന്നെ കൊള്ളനാട് കോൺഗ്രസിൽ നിന്ന്. ബാക്കിയൊക്കെ മൃദു BJPയുടെ കോൺഗ്രസ് കളിയാക്കി പറയും. കാടടച്ച് വെടിവെച്ചതല്ലാതെ KPCC നേതൃത്വം ഒരു പോയിന്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മൃദു CPM സമീപനം അവിടെ ഉണ്ടായിരുന്നു. പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന നേരത്തിന് മൃദു CPM സമീപനം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എത്രയോ കത്തിക്കേണ്ടുന്ന വിഷയങ്ങൾ വന്നിട്ടും പ്രതിപക്ഷം ഒന്നും അനങ്ങിയിട്ടില്ല. അൻവർ ആണൊന്ന് തിരികൊളുത്തി വിട്ടത്. അതിന്റെ ബെനിഫിറ്റാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നത്. അൻവർ തിരികൊളുത്തി വിട്ട ആരോപണങ്ങളാണ് പിണറായി വിജയനെ വട്ടം ചുഴറ്റിയത്. അതിനുമുമ്പ്
സ്വപ്ന സുരേഷ്, അതെ അതിനു മുമ്പ് ഷോൺ ജോർജ്, അതെ ജോമോൻ പുത്തമ്പരക്കൽ, ഇവരെല്ലാം ഉണ്ട്. അതെ. അപ്പോൾ ഇവരുടെയൊക്കെ കളക്റ്റീവ് ശ്രമത്തിൻ്റെ ഭാഗമാണ് പ്രതിപക്ഷത്ത് അങ്ങനെ ഒരു ലീഡർഷിപ്പ് പറഞ്ഞ് പിണറായി വിജയൻ അറ്റാക്ക് ചെയ്തേരാ. അതെ. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ഒരു പോരായ്മയായി കണ്ട് മുതലെടുക്കാൻ അൻവർ ശ്രമിച്ചു ആദ്യം തന്നെ. ഞാൻ രാജിവെക്കുന്ന സീറ്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടൊന്നും കൊള്ളിയല്ല, അതെ പിണറായി എതിർക്കാൻ നിങ്ങൾ പോരാ പോരാ. എന്നൊരു ഭാവമായിരുന്നു അൻവർ. അതെ, ആദ്യം മുതൽ തന്നെ അത് പ്രതിപക്ഷത്തിന് കഴിയാത്തതാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവം അൻവറിനുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറും UDF-ഉം തമ്മിൽ ഒരു അകൽച്ച കാണുന്നു. അല്ല, UDF-ഉം തമ്മിൽ അകൽച്ച പേടിക്കാത്തതിൻ്റെ കാരണം എന്നാ, പിണറായി വിജയൻ അത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. അതെ, അൻവറിൻ്റെ സഹായില്ലെങ്കിലും പിണറായി വിജയനെ വീഴിക്കാവുന്ന ഇപ്പം UDF-നൊരു ആത്മവിശ്വാസം വന്നു. ആ ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള കാരണക്കാരായ അൻവറുമാണ് തന്നെ. അങ്ങനെ വലിയ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട അൻവറിനെ. അൻവർ എഫക്റ്റ് എന്ന് പറഞ്ഞതാണ്. അൻവർ അവിടെ ജയിച്ചെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് കുറഞ്ഞില്ല പ്രകാശനോട്. അപ്പോൾ ഈ അപ്രമാദിത്യം അൻവറിനില്ല. അത് മനസ്സിലാക്കാൻ അൻവറിന് പറ്റിയില്ല. പക്ഷേ പിണറായി വിജയനെ പണ്ടൊരു കഥയിൽ പറയുന്ന പോലെ ഒരാളെ, ഒരു ശക്തനായ ഒരു എതിരാളിയെ തകർക്കാൻ കഷ്ടമാണ്, പക്ഷേ ഒന്ന് പേടിപ്പിച്ച് വിടണം. പേടിച്ചാൽ തകർക്കാൻ പറ്റും. അങ്ങനെ പേടിപ്പിച്ച് വിട്ടിരിക്കുന്നതാണ് അൻവർ. ഇനി തകർക്കേണ്ടത് UDF-ന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ അൻവറിനെ ഒന്നിച്ചു കൂട്ടുന്നതല്ലേ നല്ലത്? അൻവർ ഇപ്പോൾ ഏത് പരിസ്ഥിതിയിലും അൻവറിൻ്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. UDF-ഓ കോൺഗ്രസോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ കൂടെ ഉണ്ടാകും, വലിയ പാർട്ടിയായിട്ടൊക്കെ വന്നാൽ കുഴപ്പമില്ല. അതുവരെ അൻവറിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ തണൽ വേണം. പക്ഷെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അൻവറിനെ ഒന്നിങ്ങനെ വളയ്ക്കാകാവുള്ളൂ, ചവിട്ടുന്ന സ്വയംനെ സ്വീകരിക്കരുത്. അപ്പം അൻവറിന് ഏറ്റവും കൂടുതൽ വിരോധം തോന്നുന്നത്, അൻവറിനോട് വിരോധം തോന്നുന്നത് കുഞ്ഞാലിക്കുട്ടിക്കാണ്, മുസ്ലിം ലീഗിനാണ്. പക്ഷെ അവരത് പ്രകടിപ്പിക്കുന്നില്ല. കോൺഗ്രസിനുമുണ്ട് അൻവറിനോട് വിരോധം. കാരണം രാഹുൽ ഗാന്ധിയെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞതും, അതുപോലെ VD സതീശൻ 150 കോടി രൂപയുടെ കള്ളപ്പണം കടത്തി മീൻ മാർക്കറ്റിൽ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ വാർത്തകൾ എന്ന് നമുക്ക് പിന്നീട് തോന്നാവുന്ന വാർത്ത. അങ്ങനെ രാഷ്ട്രീയ വിമർശനത്തിന്റെ പേരിലാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഭാരത യക്ഷി എന്നാണ് ഇന്ദിരാഗാന്ധി വിളിച്ചിരുന്നത്. കരുണാകരനെ കരിങ്കാലി കരുണാകരൻ, അങ്ങനെ തന്നെ വിളിച്ചിരുന്നവരെല്ലാവരും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും. തലേ ദിവസം വരെ ചീത്ത പറഞ്ഞ സന്ദീപ് വാര്യർ പിറ്റേ ദിവസം കോൺഗ്രസിൽ. സരിന, അതെ, സരിൻ എങ്ങനെയായി? അൻവറിനെ ഇവിടെ കോൺഗ്രസിന് സ്വീകരിക്കാമെങ്കിൽ സരിനെ അവർക്ക് സ്വീകരിക്കാമെങ്കിൽ അൻവറിനെ ഇപ്പോഴേ നമുക്ക് സന്ദീപ് വാര്യർ സ്വീകരിക്കാമെങ്കിൽ അൻവറിനെയും സ്വീകരിക്കാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊക്കെയാണ്. പക്ഷേ അൻവറിൻ്റെ കുറച്ച് സമയം നിലമ്പൂർ എൻ്റെതാണ് എന്നുള്ളൊരു ചിന്ത അൻവറിനെ വല്ലാതെ പ്രശ്നത്തിലാക്കി എന്ന് പറയാം. ഉള്ള ആര്യാടൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ MLA ആയിട്ടോ കോൺഗ്രസിൻ്റെ നേതാവായിട്ടോ അല്ല, ഇവിടുത്തെ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ ഉൾപ്പെട്ട A ഗ്രൂപ്പിൻ്റെ ബുദ്ധി കേന്ദ്രവും ആര്യാടനായിരുന്നു. അതെ അതെ, ആര്യാടനാണ് അവരെ നിയന്ത്രിച്ചിരുന്നത്. ആ ലീഡർഷിപ്പ് പണ്ടേ പോയി. ഒരു ജീവിതത്തിൽ തന്നെ വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് 1987 മുതൽ നിരന്തരമായി ജയിച്ചു വേട്ടയാടപ്പെട്ടവളോ. പിന്നെ മാർക്സിസ്റ്റുകാരാൽ വേട്ടയാടപ്പെട്ടയാളാണ് കൊലക്കുറ്റത്തിന്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആര്യാടനെ സമ്മതിക്കേണ്ടി വന്നു, മന്ത്രിയാക്കേണ്ടി വന്നു. അതെങ്ങനെയാ വേണ്ടി വന്നു? അത്രയും ദ്രോഹം ഏതായാലും അൻവർ ചെയ്തിട്ടില്ല. അൻവർ രാഹുൽ ഗാന്ധി തെറി പറഞ്ഞു എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആര്യാടനും തമ്മിലുള്ള ബന്ധത്തിന്റെ അത്രയും മോശമായിട്ടില്ല ഒരു കാലത്ത്. പിന്നെ ഒന്ന്, അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ്. അൻവറിന് CPM-ന്റെയും പിണറായി വിജയന്റെയും പ്രീതി പിടിച്ചു പറ്റണമെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരെ ചീത്ത പറഞ്ഞ് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം ആ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ പറഞ്ഞുപോയി. പിന്നെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ വാങ്ങാനൊക്കെ UDF തയ്യാറായി വരുമ്പോൾ ഒരു നിലപാടിൽ വന്ന ചില മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെയും പ്രശ്നം, അതായത് അൻവറിൻ്റെ വോട്ട്, അൻവറിന് കിട്ടുന്ന വോട്ടും UDF-ന് കിട്ടുന്ന വോട്ടും ആൻറ്റി പിണറായി, മാർക്സിസ്റ്റ് പാർട്ടിന്ന് പോലും പറയുന്നില്ല, ആൻറ്റി പിണറായി വോട്ടാണ്. പിണറായി അംഗീകരിക്കാത്ത ഒത്തിരി ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അൻവറിൻ്റെ കൂടെയുണ്ട്, കോൺഗ്രസിലും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുക, അവരെ പുറകോട്ട് വിളിക്കാൻ, പിണറായിക്ക് അനുകൂലമാക്കി ചിന്തിപ്പിക്കാൻ അൻവർ വിചാരിച്ചാൽ പറ്റിയല്ല. അത് കോൺഗ്രസിന് അറിയാം. അൻവറിൻ്റെ കൂടെയുള്ളവരെ പിണറായിയുടെ പുറകെ കൊണ്ടുപോകാൻ ഇനി അൻവർ വിചാരിച്ചാൽ പറ്റില്ല. കോൺഗ്രസ്സുകാർ അൻവറിനെ ദ്രോഹിച്ചിട്ടില്ല, അവഗണിച്ചിട്ടേ ഉള്ളൂ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, അൻവർ പറഞ്ഞ അതുപോലെയുള്ള മോശം വാക്കുകളോ ഒന്നും അൻവറിനെതിരെ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ കോൺഗ്രസിന് അവസാനം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് അതൊരു നട്ടലോട് കൂടിയ തീരുമാനം ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു അതിര് കടന്ന് അൻവർ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനം പോലും മക്കൾ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഇപ്പം മുരളീധരനെതിരായിട്ടും ഇങ്ങനെ പറഞ്ഞ് പറയാത്തവരാരുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇന്ന് എത്ര പേരുടെ മക്കൾ ഇന്നുണ്ട്, എത്ര പേരുടെ മക്കൾ ഇന്ന് രാഷ്ട്രീയത്തിൽ MLA-മാരായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനാണേലും മറ്റേ ഉമാ തോമസ് ആണേലും അതിന് മുമ്പ് ഇഷ്ടംപോലെ ഉണ്ട്. ഓരോരുത്തർ, വീരേന്ദ്രകുമാറിന്റെ മകൻ, എല്ലാവരും വന്നില്ലേ രാഷ്ട്രീയത്തിൽ. പാവം മുരളിയെ മാത്രം നമ്മൾ ഇപ്പോഴും കിങ്ങണിക്കൂട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളി ആ രീതിയാണ് കാണുന്നത്. അപ്പോൾ ആ മാറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അതായത് അക്കോമഡേറ്റ് ചെയ്യുന്ന പരസ്പരം ഓപ്പോസിറ്റ് ചേരിയിലാണേലും പരസ്പരം ധാരണയിൽ പോകുന്ന രാഷ്ട്രീയം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പിന്തുടരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ BJPയുടെ കാര്യത്തിൽ പറയാറുണ്ട്, മൃദു ഹിന്ദുത്വം കോൺഗ്രസിനെ പറ്റി പറയാറുണ്ട് BJPക്കാർക്കായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പിന്തുടരുന്നത് മൃദു പിണറായി അല്ലെങ്കിൽ മൃദു CPM രാഷ്ട്രീയമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അതിൻ്റെ ക്ഷീണമുള്ളൂ കോൺഗ്രസിന്. കോൺഗ്രസ് തുറന്ന് തീർക്കാൻ തയ്യാറായിട്ട് വന്നാൽ ആ സെക്കൻഡ് തീർന്നു CPM. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പെടുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ നിരാശയുണ്ട്. ഒന്ന്, പാർലമെൻറ്റ് നടക്കുന്നില്ല എങ്കിലും പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല. വയനാട്ടിൽ വലിയ ദുരിതം കഴിഞ്ഞ വയനാട്ടിലേക്കും കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല. അവർ വിചാരിച്ചാൽ ഒരു പക്ഷേ വയനാട്ടിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും പുഷ്പം പോലെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന എന്തിനാ മറ്റേ രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുമായിരുന്നു. ഒരു ദിവസം ഒന്ന് പോകാൻ മനക്കെട്ടാൻ മതിയായിരുന്നു. അതെ ഒറ്റ ദിവസം. അതെ, അങ്ങനെയുള്ള ഒരു കാര്യപ്രാപ്തിയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നില്ല. അവർ ഇപ്പോൾ നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞാൽ അതും വലിയൊരു പ്രചോദനമായി UDFന് മാറാം. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ നിലപാടുകളെ മയപ്പെടുത്താൻ സഹായിക്കില്ലേ? അല്ല, അൻവറിൻ്റെ നിലപാടുകളെ മയപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി ഫോളോ ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ പ്രവർത്തന ശൈലിയാണ്. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കുറേ സന്നാഹങ്ങളുമായി ആ സ്ഥലത്തേക്ക് ചെല്ലുക, അവിടെ പോയി ജനങ്ങളെ കാണുക, അതിൽ ആകർഷകരാകുന്ന ജനങ്ങളുമാണ്. കേരളം അങ്ങനെയല്ല. 24 മണിക്കൂറും പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്യുന്നു എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ലോക്സഭാ MP ആ MP-യുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയ ഇടപെടൽ തീർത്തും പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുവരെ ആ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെട്ടിട്ടില്ല. അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഇടപെട്ടിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വാക്ക് കൊണ്ടുപോലും അവർ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന് തന്നെ അറിഞ്ഞു. അവരാകെ ഇടപെട്ടു എന്ന് കേട്ടിരിക്കുന്നത് സുധാകരനെ മാറ്റാൻ ഇടപെട്ടു എന്ന് കേൾക്കുന്നു. ശരിയാണല്ലോ തെറ്റാണല്ലോ നമുക്കറിയില്ല. തീർച്ചയായും ഒരു MP ഒക്കെ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ അത് നല്ലൊരു ഉദ്ദേശത്തോടെ അല്ല, അല്ലെങ്കിൽ നല്ലൊരു സൂചന അല്ല നൽകുന്നത്. അത് പ്രിയങ്കയുടെ കുഴപ്പമല്ല. ഏത് നേതാവിൻ്റെ ചുറ്റും, അതല്ല അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ ഇവിടെ കുറെ സ്തുതിപാഠകർ അവരെ വളയും. പ്രിയങ്ക ഗാന്ധി ശരിയാവണ്ണം ഇടപെട്ടിരുന്നുവെങ്കിൽ അൻവർ ഈ തലപൊക്കില്ലായിരുന്നു. അൻവർ പ്രിയങ്ക പറഞ്ഞ പോലെ കേട്ടേനെ. അതെ, കഴിഞ്ഞ ഇലക്ഷൻ പ്രിയങ്ക സപ്പോർട്ട് ചെയ്തല്ലേ. ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എന്നാണ് കാര്യം, തൻ്റെ കാര്യം പരിഗണിക്കാം. പക്ഷേ ഇനി അൻവറിനെ കുറിച്ചുള്ള അപകടങ്ങൾ ഇപ്പോഴല്ല. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചാൽ അൻവറിൻ്റെ വില ഒന്നുകൂടെ കുറയും. നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിക്കുമെങ്കിൽ അൻവർ ഒന്നുമല്ലാതാവും. അപ്പോൾ അൻവറിന് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ജയിച്ചാൽ തീരെ ഒന്നുമല്ല. CPM ജയിച്ചാലും അൻവർ പുറകോട്ട് പോകും. അപ്പോൾ കോൺഗ്രസിനെ ജയിപ്പിച്ച് കാണിക്കേണ്ട ബാധ്യത അൻവറിനുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, അൻവർ പുറകോട്ട് പോയാലും ഇല്ലെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പുറകോട്ട് പോയാൽ ആരും ഉത്തരം പറയും. അപ്പോഴാണ് ചോദ്യം അവിടെ ഉയരുന്നത്. അപ്പോൾ അതിന് ആ തരത്തിലൊരു പ്രചരണ സന്നാഹം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അവിടെ ഒരു മിഷനറി കോൺഗ്രസിനുണ്ടോ? അങ്ങനെയൊന്നും കോൺഗ്രസിന് മെഷീനറി പാലക്കാട്ട് നന്നായി വർക്കൗട്ടായി. അത് പാലക്കാട്ട് വർക്കൗട്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ ജോയി ഉണ്ടായാലും ചിലപ്പോൾ എഫക്റ്റ് കിട്ടിയേനെ. ശ്രീകണ്ഠൻ അതുപോലെ വർക്ക് ചെയ്യുന്നിടത്തനായിരുന്നു. അതാണ് പറഞ്ഞത്, പാലക്കാട് മണ്ഡലത്തിലൊക്കെ പാലക്കാട് ലോകസഭാ MP-യുടെ ഒരു സാന്നിധ്യം വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. പൂർണ്ണമായും അവിടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇത് നിലമ്പൂരിൽ അതില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു, അവിടെയാണ് ഈ അൻവറിനെ പോലെയുള്ളവരും മറ്റുള്ള അല്ലറ ചില്ലറ ഘടകകക്ഷികളൊക്കെ തലപൊക്കുന്നത്. അതാണ് ഇവിടെ. ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ഫ്ലാറ്റിൽ എന്തോ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അവിടെ ഈടൻ ചെന്നിരിക്കുന്നു. പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷെ ഈടൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. ജനങ്ങൾ കാര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ സാന്നിധ്യം അവിടെ വേണം. പ്രിയങ്കയുടെ സാന്നിധ്യം ഇല്ല. ഇവിടെ നേതാക്കന്മാരുണ്ട് പ്രിയങ്കയ്ക്ക് വേണ്ടി നടന്നവർ. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ വോട്ട് പ്രിയങ്കയ്ക്ക് പിടിക്കണമെന്ന് നടന്നവരവർ. അതിൻ്റെ കാഷ്വാലിറ്റിയാണ്, ആ ചിന്തയുടെ കാഷ്വാലിറ്റിയാണ്, ആ പ്രവർത്തന രീതിയുടെ കാഷ്വാലിറ്റി ആയിരുന്നു രമ്യ. ഇവിടെ മുഴുവൻ എല്ലാ എഫേർട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. അത്രയും പേര് ഇവിടെ വേണ്ട, അല്ലെങ്കിൽ പ്രിയങ്ക ജയിച്ചേനെ. പക്ഷെ ഞാനിവിടെ ഉണ്ട്, മുഖം കാണിക്കാം. അവിടെയാണ് പ്രശ്നം. അതെ, പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അൻവർ എഫക്റ്റ് അതേപോലെ തന്നെ നിലനിൽക്കുമായിരുന്നു. ഇപ്പോൾ അൻവർ എഫക്റ്റ് ഇല്ല എന്നുള്ളതല്ല, ഉണ്ടോ എന്നുള്ളതുമല്ല, പക്ഷേ അൻവർ എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഇവർ തന്നെ പരസ്പരം കലഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് ഒരു നല്ലൊരു സൂചനയല്ല തുടക്കത്തിൽ നൽകുന്നത്. തുടങ്ങി വെച്ച അൻവറാണ്.
എന്ത് തന്നെയായാലും 30,000 അല്ലെങ്കിൽ 20,000 വോട്ടിന് വിജയിച്ച് കയറും എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിൽ ഇന്ന് പ്രവചനാതീതമാണ് ഫലം നമ്മൾ കാണുന്നത്. ഇപ്പോഴും നമ്മൾ CPM-ന്റെ സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടില്ല. ഇല്ല. CPM-ന്റെ സ്ഥാനാർത്ഥി ആരാണ്, ഏത് കമ്മ്യൂണൽ, ഏത് വൃത്തികെട്ട കളിയും കളിക്കും, അതെ ഏത് വൃത്തികെട്ട കളി അതെ പരസ്യമായിട്ട് കഴിയും. അതെ. സ്വരാജിനൊക്കെ സാധ്യത കൂടുന്നത് അങ്ങനെയാണ്. അല്ല, സ്വരാജൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ സ്വരാജിനെ ജനം മടുക്കും, അത്രേ ഉള്ളൂ. അതെ അതെ. ഈ പത്രങ്ങളിൽ ഊതി വീരിപ്പിച്ച ഒരു ബിംബമാണ്. അതിനപ്പുറത്തേക്ക് എന്താ ഉള്ളത്? അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ അപ്പൂപ്പൻ്റെ പ്രായമുള്ള അച്യുതാനന്ദ പറഞ്ഞ മനുഷ്യനയാൾ. അതെ അതെ അതെ. അയാൾ എങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തനോ പൊതുപ്രവർത്തനോ എങ്ങനെ ആകുമെന്ന് അറിയാൻ പറ്റില്ല. അതെ അതെ. പക്ഷെ പത്രങ്ങൾ ഇയാളെ പക്ഷേ ആ നാട്ടുകാരനാണ് എന്നുള്ളൊരു സമ്മതിച്ചു. പക്ഷെ അച്യുതാനന്ദനെ പോലെ ഒരാളെ, അതെ, പിതൃതുല്യനായി കാണേണ്ട ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ഈവൻ ആരാ ആലോചിച്ച് നോക്കൂ. അതെ അതെ അതെ. എല്ലാവർക്കും ഒരു പാരയായി വരാവുന്നൊരു സ്ഥാനാർത്ഥി അല്ല, അല്ലെങ്കിൽ നേതാവ്. അത്തരം മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാകും? അതെ. അങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ നിലമ്പൂരിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് അദ്ദേഹം വന്നത്. അവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും. അതെ അതെ. അപ്പോ ഞാൻ പറയുന്നത് ഈ ഇപ്പൊ അവസാനമായി അൻവർ ഏത് ദിശയിലേക്കായിരിക്കും നീങ്ങുക? അവസാനമായ അൻവറിന്റെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. കോൺഗ്രസിനെ ഒരു പ്രസ്താവനയിലൂടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ബാധ്യത അൻവറിനുണ്ടാവും. അത് കഴിഞ്ഞ് വേണ്ട രീതിയിലേക്ക് അവർ വന്നുകൂടായികയില്ല. UDF-ൽ എടുക്കണോ അല്ലെങ്കിൽ UDF-ന് അതിലുള്ള അപകടം അൻവറിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അൻവറാണ് മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് പ്രശ്നം വന്നതിന് അടുത്ത തവണ അൻവറിന് സീറ്റ് കൊടുത്ത് ജയിച്ചാൽ അൻവറിന് വേണ്ടി ഒരു മന്ത്രിയുടെ മാറ്റി വെക്കേണ്ടി വരും. അതെ. ഈ അപകടം മുന്നിൽ പലരും കാണുന്നുണ്ട്. അൻവറാണ് പിണറായി വിജയനെ തകർക്കാൻ വരുന്നവൻ എന്നതിനൊപ്പം തന്നെ അൻവറാണ് UDF-ന്റെ അപകടകാരി എന്നുകൂടി മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ചിന്ത അവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അൻവർ എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് അതാണ് ഉള്ളത്, എഫക്റ്റ് ആണ് ഉള്ളത്. അതെ, അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിനെയും UDF-നെയും നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങൾ ചില തീരുമാനങ്ങളിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് ഈ തീരുമാനം എടുക്കണമായിരുന്നു എന്ന് അഭിപ്രായം പറയുന്നവരാണ് എല്ലാവരും. അതെ. ഒറ്റക്കാരികൾ അൻവർ പറഞ്ഞത് കൊണ്ട് മാത്രം. അതെ. അൻവർ അങ്ങനെ പറയാൻ പാടില്ല. അൻവർ പറഞ്ഞ ജോയി മോശക്കാരനല്ല, സ്ഥാനാർത്ഥി മോശക്കാരനല്ല, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ അത് അൻവറാണ് തീരുമാനിച്ചത് എന്ന് പറയുമ്പം ജോയിയുടെ ക്രെഡിബിലിറ്റി കുറയും. അൻവർ ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടത് അവിടെയാണ്. ജോയിയുടെ പിന്തുണ, ഈ റിബൽ മൂവിന് ജോയിയെ വെച്ച് കളിക്കാമെന്ന് വിചാരിച്ച അൻവറിന് തിരിച്ചടി ലഭിച്ചു. കിട്ടിയിരുന്നെങ്കിൽ, ജോയിയുടെ സപ്പോർട്ട് അൻവറിന് കിട്ടിയിരുന്നെങ്കിൽ, നേരെ മറിച്ച് പി സരിന്റെ ബുദ്ധിയാണ് ജോയിക്കുള്ളതെങ്കിൽ ജോയി ഇതിനെ ആവശ്യമില്ലാത്ത കാര്യം. പീസറിന്റെ ബുദ്ധിയല്ല, പീസറിന്റെ ബുദ്ധിയില്ലായ്മ ആണ്. ബുദ്ധി എന്ന് പറയാൻ കഴിയില്ല, ബുദ്ധിയില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ VS ജോയി അൻവറിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അട്ടിമറി ശരിക്കും പറഞ്ഞാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ എഫക്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഒന്നുകിൽ അത് നല്ലതിന് അല്ലെങ്കിൽ ഒരു മോശം തരത്തിലേക്ക് നീങ്ങാനുള്ളതിന്. ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തീ പിടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.